മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ നാളെ ചുമതലയേൽക്കുകയാണ്. 1988 കേരള കേഡർ IAS-കാരനായ ഗ്യാനേഷ് കുമാർ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരണത്തിലും ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിനുള്ള കരട് ബിൽ തയ്യാറാക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച IAS ഓഫീസറാണ്. കഴിഞ്ഞ മാർച്ചിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അദ്ദേഹം നിയമിതനായത്. കേരള കേഡറിലാണ്. അതുകൊണ്ട് കേരളത്തിൽ വളരെ സുപരിചിതമായ ഒരു പേരാണ് ഗ്യാനേഷ് കുമാറിൻ്റേത്. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് 61കാരനായ ഗ്യാനേഷ് കുമാർ. ഉത്തർപ്രദേശ് ആഗ്ര സ്വദേശിയായ ഗ്യാനേഷ് കുമാർ കാൺപൂർ IIT-യിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബിസിനസ് ഫിനാൻസിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻവയോൺമെന്റൽ ഇക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദവും നേടി. 2001 മുതൽ 2004 വരെ എറണാകുളം കളക്ടറായിരുന്ന ഗ്യാനേഷ് കുമാർ പൊതുമരാമത്ത്, ടാക്സ് സെക്രട്ടറി പദവികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡൽഹി കേരള ഹൌസിന്റെ റെസിഡന്റ് കമ്മീഷണറായി ദീർഘകാലം പ്രവർത്തിച്ച ശേഷമാണ് 2016 കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. 2019 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിനുള്ള കരട് ബിൽ തയ്യാറാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി രേഖകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിന് മുന്നോടിയായി രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനായി അമിത്ഷാ ചുമതലപ്പെടുത്തിയതും ഗ്യാനേഷ് കുമാറിനെയായിരുന്നു. പാർലമെന്ററി കാര്യ മന്ത്രാലയ സെക്രട്ടറിയായും പ്രതിരോധ വകുപ്പിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. സഹകരണ മന്ത്രാലയ സെക്രട്ടറിയായി കഴിഞ്ഞ വർഷം ജാനുവരിയിൽ വിരമിച്ച ശേഷമാണ് മാർച്ചിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. സീനിയോറിറ്റി ഉണ്ടായിരുന്നിട്ടും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി പദവി ഏറ്റെടുക്കുന്നത് ഗ്യാനേഷ് കുമാർ നിരസിച്ചിരുന്നു. റിസർച്ച് ഡെസ്ക് 24.